ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ പപ്പായ കൊണ്ട് ഒരു പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പപ്പായ ചെടി ഉണ്ടെങ്കിൽ ഒരു പപ്പായ പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ നമുക്കൊരു കറി തയ്യാറാക്കാം. പപ്പായ കൊണ്ട് ഗുണങ്ങൾ കുറേ അധികം ഗുണങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഉപ്പേരിയായിട്ടോ പച്ചടിയായിട്ടോ തോരനായിട്ടോ ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വിറ്റാമിൻസിൻ്റെ കലവറയാണ് പപ്പായ. നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ സംബന്ധമായ എല്ലാ അസുഖത്തിനും വളരെ നല്ലതാണ്. അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പപ്പായയാണ് ഞാൻ എടുത്തുള്ളത്. അത് ഇങ്ങനെ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കുകയും ചെയ്യാം. ഒരു പപ്പായയും പിന്നെ തേങ്ങ ചെരുവിയതും പിന്നെ കടുക് അരച്ചതും ഒക്കെ കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. ഊണിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പപ്പായ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പായ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ആദ്യം നമുക്കിത് ഉപ്പിട്ട് വേവിക്കണം. പിന്നെ ജീരകം ഒരു നുള്ള്, കടുക് ആവശ്യത്തിന്, കടുക് പൊടിച്ചത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, തൈര് അളവൊക്കെ ഞാൻ പിന്നെ പറയാം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ 1 കപ്പ്, വറ്റൽമുളക്, നാളികേരക്കൊത്ത് അരിഞ്ഞത്. ആദ്യം നമുക്ക് ഈ പപ്പായ വേവിക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പപ്പായ ഉപ്പിട്ട് വേവിക്കാം. പപ്പായ ചെറുതാക്കി നുറുക്കിയത്, കുറച്ച് വെള്ളം ഒഴിച്ച്, പപ്പായ വേവാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ച്, പിന്നെ കുറച്ച് ഉപ്പിടുക, ഇട്ടൊന്ന് വേവിക്കുക. അതങ്ങനെ അത് തിളച്ച് വന്നൊന്ന് വേവണം. പച്ചടിയായ കാരണം മൺചട്ടിയിൽ തന്നെ വേവിക്കണം. തേങ്ങ ചെരിയത് 1 കപ്പ്, തേങ്ങക്കൊത്ത് 1/4 കപ്പ്, കട്ടത്തൈര് 1/2 കപ്പ്, ഇഞ്ചി 1 കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, ജീരകം 1 ടീസ്പൂൺ, കടുക് പൊടിച്ചത് 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പിലയും ആവശ്യത്തിന്. നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ ചെരുവി വെച്ച തേങ്ങയും ജീരകവും കൂടി നല്ലോണം അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരയണം. ജീരകം ഇട്ട് അരയ്ക്കാം. നല്ല നൈസായിട്ട് അരയണം. നല്ലോണം വടിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് മണം നമുക്ക് കിട്ടും. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല നൈസായിട്ട് അരയണം. തേങ്ങ ജീരകമാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് പച്ചടിക്ക്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചിറ്റിച്ച് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. നമുക്ക് മാറ്റി വയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇതെടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. പപ്പക്കായ ഇവിടെ ഈ അടുപ്പിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് വേവണം. ഒന്ന് കുക്കറിലാണെന്ന് പെട്ടെന്ന് വെന്തേനും. ഇതിപ്പോൾ മൺചട്ടിയിൽ തന്നെ പച്ചടി വെച്ച കാരണമാണ് ഇത് വേവാത്തത്. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് ഇനി നമ്മൾ നാളികേരക്കൊത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതിങ്ങനെ വറുത്ത് കോരിയെടുക്കാം.
നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഒരു 4 മിനിറ്റ് വേണം ഇങ്ങനെ നാളികേരക്കൊത്ത് മൂത്ത് വരാനായിട്ട്. ആ സമയത്ത് നമ്മൾ പപ്പക്കായ ഒന്ന് നോക്കണം, വെന്തോ ഇല്ലേ എന്നുള്ളത് നോക്കണം. പെട്ടെന്ന് തന്നെ വേവും പപ്പായ. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കപ്പളങ്ങ എന്ന് പറയും, ധർമ്മസ്കായ എന്ന് പറയും. ഇവിടെ ഞങ്ങൾ തൃശ്ശൂർ ഏരിയയിലൊക്കെ പപ്പക്കായ എന്നാണ് പറയാം. നാളികേരക്കൊത്ത് നല്ല ബ്രൗൺ കളറായതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വറുത്ത് കോരാം. നാളികേരക്കൊത്ത് വറുത്ത് വെച്ചത്. പപ്പായ നമ്മൾ വെന്തുണ്ട്. ഇനി നമുക്ക് അരച്ച നാളികേരവും അതിൽ ചേർക്കാം. വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ജാറൊന്നും ഇങ്ങനെ കുലുക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. പപ്പായ വെന്തപ്പോൾ വെള്ളമൊക്കെ വയ്ക്കി, അപ്പോൾ പിന്നെ ഇതൊന്നും ഒഴിക്കാം. എന്നിട്ട് കടുക് പൊടിച്ചത് ചേർക്കാം. കടുക് പൊടിച്ചത് ഈ പച്ചടിക്ക് ഇങ്ങനെ ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ നാളികേരക്കൊത്ത് നമ്മൾ വറുത്തതും ഇതിലേക്ക് ചേർക്കാം. മൂന്നും കൂടി യോജിപ്പിക്കാം. ഇനി തൈര് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത്, വെറുതെ ഒന്നും ഇങ്ങനെ യോജിക്കാനേ പാടുള്ളൂ. ഉപ്പൊക്കെ നമുക്ക് പാകമാണോ എന്ന് ഇപ്പം നോക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പം കുറച്ചും കൂടി ഉപ്പിടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ വെച്ച് നേരത്തെ നമ്മൾ വറുത്ത് കോരി എണ്ണ ഉപയോഗിക്കുക. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കടുക് താളിക്കാം. കടുക്, വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചിയും കൂടി ചേർത്ത് താളിച്ചിട്ട് ഇതിലേക്ക് ഇത് ഒഴിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. കടുക് പൊട്ടിയിട്ട് ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇടാം. അതിലേക്ക് വറ്റൽമുളകും ചേർക്കാം. വേപ്പിലയും കൂടി ചേർത്ത് കറിയിൽ താളിക്കാം. അപ്പം നമ്മുടെ പപ്പായ പച്ചടി തയ്യാറായിട്ടുണ്ട്. വെറൈറ്റി പച്ചടിയാണിത്. പപ്പായ പച്ചടി നല്ല ടേസ്റ്റാണ്. പച്ചടി ട്രഡീഷണൽ കറിയായ കാരണം മൺചട്ടിയിൽ തന്നെ വെച്ചത്. നമ്മൾ കുക്കറിലാണെന്ന് വെച്ചാൽ 2 സെക്കൻഡ് കൊണ്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. അപ്പം നമ്മുടെ പപ്പായ പച്ചടി തയ്യാറായിട്ട് നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. നല്ല ടേസ്റ്റുള്ള പച്ചടി. ഊണിനും സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.